എറണാകുളത്തെ തീരമേഖലയായ കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷമാണ്. ചെല്ലാനം ടെട്രാപ്പാഡ് കടൽഭിത്തി കൊണ്ട് സുരക്ഷിതമാണെങ്കിലും ഇനി കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കണ്ണമാലി മേഖലയിൽ നിരവധി വീടുകളാണ് കടലാക്രമണ ഭീഷണി നേരിടുന്നത്. 7 വീടുകൾ തകർന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള നിർദ്ദേശം നൽകിയതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. കാലവർഷത്തിൽ എറണാകുളം ജില്ലയിൽ ഒരു കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല. വെള്ളക്കെട്ടോ അല്ലെങ്കിൽ വെള്ളം കയറി ഒരുപാട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊന്നും ഈ നഗര കേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ എറണാകുളത്തിന്റെ ഒരു ഹൃദയഭാഗമെന്ന് പറയുന്ന ഇടങ്ങളിലൊന്നും തന്നെ ഉണ്ടായില്ല. കിഴക്കൻ മേഖലകളിലാണ് കൂടുതൽ വിഷയങ്ങളുണ്ടായത്. പക്ഷേ കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടത് തീരമേഖലകളാണ്. പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയുടെ നമ്മളുള്ളത് കണ്ണമാലിയിലാണ്. കണ്ണമാലി ചെറിയ കടവ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഒരു ദൃശ്യങ്ങളാണിത്. ഇവിടെയാണ് ഇനി ടെട്രാപോഡ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നതെല്ലാം തന്നെ ഇവിടെയാണ് ഒരു സാരമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുള്ളത്. 7ഓളം വീടുകൾ കഴിഞ്ഞ ഒരു കാലവർഷത്തിന്റെ കടലാക്രമണത്തിലും ഈ വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകളെല്ലാം തന്നെ സംഭവിച്ച വീടുകൾ ഇക്കുറി അത് പൂർണ്ണമായും ഇടിഞ്ഞ് തകർന്നു എന്നതാണ് നമ്മൾ കാണുന്നതൊക്കെ. ഈ ചെറിയ കടവിലെ ഏതാണ്ട് 3ഓളം വീടുകൾ പൂർണ്ണമായും തന്നെ നശിച്ചിരിക്കുന്നു. പലരെയും തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട രീതിയിലേക്കെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇവിടെ മന്ത്രി റോജി എം ജോൺ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോജി എം ജോൺ ഇവിടെ എത്തിയിരുന്നു. റോജി എം ജോൺ ഇവിടെ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് മാറിയവർക്കുള്ള ഒരു പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം വീടിരുന്ന സ്ഥലമാണ്. കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് ഭാഗികമായി തകർന്ന വീടുകൾ ഇത്തവണ പൂർണ്ണമായും തന്നെ ഇല്ലാതായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചിലരെങ്കിലും ഇവിടെ വീടുകളിലെ ഇതിനോട് ചേർന്നുള്ള തീരമേഖലയോട് ചേർന്നുള്ള വീടുകളിൽ ഇപ്പോഴും ചില കുടുംബങ്ങളെങ്കിലും ഉണ്ട്. കാരണം അത് വീട്ടു സാധനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അവരത്തരം കാര്യങ്ങൾ ഈ മണ്ണ് അടക്കം അടിച്ചു കയറി വീടുകളാണ് പലതും. അതിൻ്റെ ഒരു വൃത്തിയാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പലയിടത്തും തന്നെ കാണുന്നത്. കാരണം ഈ ഭാഗത്തുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്നു. ഇവിടെ ചരലും എല്ലാം അടിഞ്ഞു കയറിയ ഒരു സ്ഥലമാണുള്ളത്. ഇന്ന് ക്ലീൻ ചെയ്ത അകത്ത് വെള്ളം അറിഞ്ഞു ഇപ്പൊ ക്ലീൻ ചെയ്ത് എല്ലാം പുറത്തേക്ക് മാറ്റി എല്ലാം ഇപ്പൊ യഥാസ്ഥാനപ്പെടുത്തുന്നു. ഇതിന് അകത്ത് കയറിയ വെള്ളം എല്ലാം ക്ലീൻ ചെയ്യും. പക്ഷേ ഇനിയിപ്പോ വേലിയേറ്റം ഉണ്ടാവും. അപ്പോഴും കയറും. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ കടലാക്രമണവും സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരിടമായിരുന്നു. പിന്നീട് ഇവിടെ ആണ് ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്കെല്ലാം തന്നെ വന്നത്. ഏതായാലും ഇത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് പലയിടത്തും നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രീതിയിലേക്ക് പലയിടത്തും തന്നെയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇവിടെ ബോർഡിലായിരുന്നു 45 ദിവസം. ഇനിയിപ്പോ വെയിലേറ്റം വരുമ്പോ ഇനിയും ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ 2 പേരേ ഉള്ളു. ഇപ്പൊ ഭാര്യയും ഭർത്താവ് അവിടെ ഒരു വീട്ടില് ഞങ്ങൾ 2 പേരേ ഉള്ളു. ഇപ്പൊ ഇതൊക്കെ പൊളിഞ്ഞ് ഇതായിട്ട് നിക്കണല്ലേ. അത് ബാത്റൂമും ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഒന്നും ചെയ്യാൻ ഇപ്പൊ പറ്റിയല്ലോ. എന്ത് ചെയ്താലും നമ്മ ഈ കാശ് മുടക്കി ചെയ്തിട്ട് ഒന്നാതെ അവിടെ നിന്ന് എന്തെങ്കിലും മരിച്ചിട്ട് വന്ന് നമ്മ അവിടെ നിന്ന് ഇവിടെ വരമ്പില്ലേ. ഇത് പണിതിട്ടിട്ടുണ്ട്. അവിടെ ഫ്ലാറ്റ് കിടക്കണണ്ടില്ലേ. ബാക്ക് വശമാണ് കിടക്കണ. പൊളിഞ്ഞ് അങ്ങനെ തേച്ചിട്ടുകൂടിയില്ല. പുതിയതായിട്ട് പണിതതാണ്. പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലുള്ള വീടുകളാണ് നമ്മൾ കാണുന്നത്. 2 വീടുകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ താമസിക്കാൻ പെട്ടെന്നൊന്നും കഴിയുന്നൊരവസ്ഥയിലല്ല വീടുകളുള്ളത്. ഇതിന്റെ പിൻഭാഗത്തെല്ലാം തന്നെ കടലാക്രമണം ഉണ്ടായിട്ട് തിര അടിച്ചു കയറുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഇത് പൂർണ്ണമായും തന്നെ ഇനിയിപ്പോൾ ഇവിടെ താമസിക്കാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ്. അതുപോലെ മറ്റ് വീടുകൾ ഈ ഭാഗത്ത് ഏതാണ്ട് 7ഓളം വീടുകൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ കഴിയുന്നതാണ്. ഇവിടെ എല്ലാം തന്നെ കടൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ്. നമുക്കറിയാം ഈ വീടിന്റെ മുൻവശത്തും എല്ലാം ഇതുപോലെ ആളുകൾ മണ്ണും വെള്ളവും കയറാതിരിക്കാനുള്ള സംരക്ഷണ ഭിത്തി അവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം തന്നെ ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പൂർണ്ണമായും തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വീട് ഇടിഞ്ഞ് പോയിരിക്കുന്നു, നശിച്ചു പോയിരിക്കുന്നു എന്നാണ്. ഈ ഭാഗങ്ങളിൽ കൂടുതലായി ചെറിയകടവ് പ്രദേശത്തെ കടലാക്രമണം രൂക്ഷമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ടെട്രാപോഡ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ഒരു പ്രധാന ആവശ്യമായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയ മന്ത്രി റോജി എം ജോൺ ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പിന്റെ ഒരാശ്വാസമാണ് ഇവർക്കുള്ളത്. വൈകാതെ അടുത്ത സീസണിന് മുൻപെങ്കിലും ഇത് പൂർത്തിയാകുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ. കണ്ണമാലിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.